ഞാനിന്ന് തയ്യാറാക്കുന്നത് വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ്. നമുക്ക് തയ്യാറാക്കാം. ഞാൻ അതിനു വേണ്ടി 3 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. 2 വലുതും ഒരു ചെറുതും. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ നടുവേ ഒന്ന് കട്ട് ചെയ്തു. പിന്നീട് നീളത്തിലാണ് വഴുതനങ്ങ മുറിച്ചെടുക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ്, ഇങ്ങനെയാണ് ഞാൻ മുറിച്ചെടുത്തത്. അങ്ങനെ ഞാൻ വഴുതനങ്ങ 3 എണ്ണം മുറിച്ചെടുത്തു നീളത്തിൽ. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, 2 പച്ചമുളക്, കറിവേപ്പില, 5 വറ്റൽമുളക്. ആദ്യം നമുക്ക് വറ്റൽമുളകൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കാം. ഇതാ ഇങ്ങനെ ഞാൻ ചതച്ചെടുത്തു. ഇനി നമുക്കൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വയ്ക്കാം. ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നീട് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുക്കുക. ഒരു വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ്. പിന്നീട് 2 പച്ചമുളക് നടുവേ കീറിയതും കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളിൻ്റെ കളറൊക്കെ കുറച്ച് മാറി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നിളക്കാം. പിന്നീട് നമ്മൾ ചതച്ചെടുത്ത ആ മുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ആ വഴുതനയും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. തീ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ആ മുളകൊക്കെ ഒന്ന് വഴുതനങ്ങയിൽ പിടിച്ചതിന് ശേഷം നമുക്ക് എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലേക്കാക്കി കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കുക, കരിഞ്ഞു പോവരുത്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് ഇതാ വഴുതനങ്ങയൊക്കെ വാടി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് വെച്ചിട്ട് അല്പനേരം വേവിച്ചെടുക്കാം. അല്പനേരം ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി.